ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 50. വഇനിത്തഫഖർ റുവാതു ഫീ ഇസ്നാദിൻ മിനൽ അസാനീദി, സനദുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സനദിൽ വാരിദായ റാവികൾ, ഇമാം അവിടെ എഴുതിയതായി അൽ വാരിദീന ഫി ഇസ്നാദിൽ, ഇസ്നാദിൽ വാരിദായ റാവികൾ. അപ്പോൾ ഒരു സനദിൽ വരുന്ന റാവികൾ മുഴുവനും ഇത്തിഫാഖായാൽ, എന്തിൽ ഇത്തിഫാഖായി? ഫി സിയഗിൽ അദായി, ഹദീസിനെ പറയുന്ന വാചകത്തിൽ. ഏതുപോലെ? സമീഅതു പോലെ, സമീഅതു ഫുലാനൻ ഖാല സമീഅതു ഫുലാനൻ, പിന്നെ ഔ ഹദ്ദസന ഫുലാനുൻ ഖാല ഹദ്ദസന ഫുലാൻ. ഇങ്ങനെ പിന്നെ റാവികളെല്ലാം ഒരേപോലെ സീഗകൾ പറഞ്ഞാൽ, വൈരി ദാലിക മിന സിയഗി, സീഗകളിൽ നിന്ന് ഇതല്ലാത്ത മറ്റു സീഗകളെ പോലെ. അതുപോലെ അഖ്ബറന ഫുലാനുൻ ഖാല അഖ്ബറന ഫുലാനുൻ എന്ന് പറയുന്ന, അതുപോലെ ഇങ്ങനെയുള്ള സീഗകൾ അതിൽ റാവികളെല്ലാം ഇത്തിഫാഖായാൽ, ഔ വൈരിഹ, അല്ലെങ്കിൽ സീഗ അല്ലാത്തതിൽ, വൈരിഹ എന്ന് പറഞ്ഞാൽ ഫീ സിയഗിൽ അദായി എന്നതിലേക്ക് കത്തും. അത് സീഗ അല്ലാത്ത എന്തിനാൽ? മിനൽ ഹാലാത്തിൽ ഖൗലിയായ അവസ്ഥകളാൽ. അപ്പോൾ ഹദീസ് പറയുമ്പോൾ അതിൽ പറയുന്ന റാവി പറയുന്ന ഖൗലിയായ ഹാല്. അപ്പം ആ സനദിലുള്ള റാവികളെല്ലാം എന്ത് ചെയ്തു? അതേ ഖൗലി തന്നെ പറയുക. ഏതുപോലെയൊക്കെ സമീഅതു ഫുലാനൻ യഖൂലു ഉഷ്ഹിദു ബില്ലാഹി ലഖദ് ഹദ്ദസനി ഫുലാനൻ ഇലാ ആഖിരിഹി. ഇങ്ങനെ എന്താണ് ഈ യഖൂലു ഉഷ്ഹിദു ബില്ലാഹി എന്നുള്ള ആ ഖൗലിയായ ഹാല്, അത് എല്ലാ റാവികളും അങ്ങനെ തന്നെ ഹദീസ് പറയുമ്പോൾ പറയുക. പിന്നെ അവിൽ ഫിഅലിയത്തി, അല്ലെങ്കിൽ ഫിഅലിയായ ഹാലിനാൽ. ഏതുപോലെയൊക്കെ ഖൗലിഹി ദഖൽന അലാ ഫുലാനിൻ ഫഅതഅമന തംറൻ ഇലാ ആഖിരിഹി. എന്നിട്ട് ആ സനദിലുള്ള എല്ലാ റാവികളും ഇതേപോലെ ഫഅതഅമന എന്ന ആ ഫിഅലിയായ ഹാലിനെ എന്ത് ചെയ്യുന്നു? പറയുന്നു. അവിൽ ഖൗലിയത്തി വൽ ഫിഅലിയത്തി മഅൻ, അല്ലെങ്കിൽ ഫിഅലിയും ഖൗലിയുമായ രണ്ട് ഹാലിന് ഒരുമിച്ച്, രണ്ട് ഹാലും ആ ഫിഅലിയായ ഖൗലിയായ ഹാലിനാൽ. അതേതുപോലെ ഖൗലിഹി ഹദ്ദസനി ഫുലാനിൻ വഹുവ ആഖിദുൻ ബിലിഹിയത്തിഹി ഖാല ആമന്തു ബിൽ ഖദ്രി ഇലാ ആഖിരിഹി, ഹദീസിന്റെ അവസാനം വരെ. അപ്പോൾ അവിടെ ഹദീസ് പറയുമ്പോൾ, ഹദീസ് പറഞ്ഞതിന് ശേഷം, അവിടെ ആ മത്തിന് ശേഷമാണ് പിന്നെ എന്ത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി എന്ത് ചെയ്യുന്നു? ലഹിയത്തിൽ പിടിക്കുന്നു. എന്നിട്ട് ആമന്തു ബിൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഈ ഹദീസ് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു. ഹദീസ് പിന്നെ ഇമാം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഹദീസിന്റെ ലാസ്റ്റിൽ ഖബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ലിഹിയത്തിഹി, എന്നിട്ട് വഖാല ആമന്തു ബിൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി വ ഹുൽവി വ മുർരിഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. അപ്പം റസൂലുള്ളാഹി താടി പിടിച്ചു ഇങ്ങനെ പറയുകയും ചെയ്തു. വഹാദൽ ഹദീസു ഖദ് റവാഹുൽ ഹാഫിദുൽ ഇറാഖി മുസൽസലൻ ബി അഖദിൽ ലിഹിയത്തി വൽ ഖൗലിൽ മദ്കൂരി ഫീ കുല്ലി റിജാലി സനദി. എല്ലാ സനദിന്റെ എല്ലാ റിജാലിലും ഈ പറയപ്പെട്ട ഖൗലും ഈ താടിക്ക് പിടിക്കലും ഇങ്ങനെ മുസൽസലായിട്ട് ഹാഫിദുൽ ഇറാഖി ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാമിന്റെ വാർത്തയാണ് വായിച്ചത്. അപ്പൊ അങ്ങനെ, അപ്പോ ആ സനദിലുള്ള എല്ലാ റാവിമാരും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പിന്നെ താടിയിൽ പിടിക്കലും ആമന്തു ബിൽ ഖദ്രി ഖൈരി ശർരി എന്ന് പറഞ്ഞ ആ വാചകം പറയലും ഉണ്ട്. ഇങ്ങനെ റുവാത്തുകൾ ഇത്തിഫാഖായി വന്നാൽ ഫഹുവൽ മുസൽസലു, ആ സനദിനാണ് എന്തെന്ന് പറയുന്നത്? മുസൽസല് എന്ന് പറയുന്നത്. വഹുവ, ഈ മുസൽസല് എന്നുള്ളത് മിൻ സിഫാത്തിൽ ഇസ്നാദി, സനദിന്റെ സിഫാത്തിൽപ്പെട്ടതാണ്, അല്ലാതെ എന്തിൽപ്പെട്ടതല്ല.
മത്തിനിന്റെ സിഫാത്തിൽപ്പെട്ടതല്ല, സനദിന്റെ സിഫാത്തിൽപ്പെട്ടതാണ്. മർഫൂ അതുപോലെ തന്നെ മൗഖൂഫ് അങ്ങനെയൊക്കെ ഉള്ളതാണെന്ത് മത്തിനിന്റെ സിഫാത്തിൽപ്പെട്ട. പിന്നെ സഹീഹ് അതുപോലെ തന്നെ സഹീഹ് ഹസന് ഇതൊക്കെ എന്താണ് ഇത് രണ്ടിന്റെയും കൂടെ സിഫാത്തിൽപ്പെട്ടാണ്. അപ്പൊ ഇത് ഈ മുസൽസല് എന്നുള്ളത് ഇസ്നാദിന്റെ സിഫാത്തിൽപ്പെട്ടതാണ്. വഖദ് യഖഉ തസൽസുലു, ചുരുക്കത്തിൽ ഈ തസൽസുൽ സംഭവിക്കും. ഫി മുഅ്ലമിൽ ഇസ്നാദി, ഇസ്നാദിന്റെ മുഅ്ലമിലും, മൊത്തത്തിലുണ്ടാവില്ല, ആ സനദിന്റെ അക്സറിലും ഇങ്ങനത്തെ തസൽസുൽ അപൂർവമായിട്ട് സംഭവിക്കും. അതേതുപോലെയൊക്കെ ഹദീസിൽ മുസൽസലി, പിന്നെ ബിൽ അവലിയ, ഹദീസ് അൽ മുസൽസൽ ബിൽ അവലിയ എന്ന് പേരുള്ള ആ ഹദീസ് പോലെ, അത് അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു ഇർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ എന്ന് പറയുന്ന ഹദീസാണ്. ആ ഹദീസിന് അൽ മുസൽസൽ ബിൽ അവലിയ എന്ന് പറയുന്ന സനദാണ് അതിന്റെ. അപ്പോൾ ഇന്ന സിൽസിലത്ത, ഈ ഹദീസിന്റെ സിൽസില എന്തഹി അത് അവസാനിക്കുന്നു ഫീഹി അതിൽ ഇല സുഫിയാൻ ഇബ്നു ഉയൈന ഫഖത്ത്, സുഫിയാൻ ഇബ്നു ഉയൈനയിലേക്ക് പിന്നെ ആണിത് അവസാനിക്കുന്നത്. ഫഖത്ത് അവിടെ വരെ മാത്രം, അതിന് മേളിലോട്ട് എന്തില്ല, ഈ അൽ മുസൽസൽ ബിൽ അവലിയ എന്ന് പറയുന്ന സിൽസില അതിനില്ല. വമൻ വഹിമ വമൻ റവാഹു മുസൽസലൻ ഇലാ മുൻതഹാഉ, ഈ സുഫിയാൻ ഇബ്നു ഉയൈനക്ക് മുകളിലോട്ട് അതിന് അതിന്റെ അവസാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അത് മുസൽസലായിട്ട് റിപ്പോർട്ട് ചെയ്ത ആളുകൾ എന്താണ് ഫഖദ് വഹിമ, അവർക്ക് അതില് വഹ്മു സംഭവിച്ചതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സുഫിയാൻ ഇബ്നു ഉയൈന വരെയുള്ളു എന്ത് അൽ മുസൽസലു ബിൽ അവലിയ എന്നത്. സുഫിയാൻ ഇബ്നു ഉയൈനയിൽ നിന്ന് തിൽമീദ് കേട്ട ആദ്യത്തെ ഹദീസ്, പിന്നെ അവരിൽ നിന്ന് ആ തിൽമീദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റാവി ആദ്യം കേട്ട ഹദീസ്, അങ്ങനെ ഇങ്ങോട്ട് വരും. അതാണ്. അപ്പോ എന്തില്ല, ആ സനദിന്റെ എല്ലാ റാവികളിലും എന്തില്ല അൽ മുസൽസൽ ബിൽ അവലിയ എന്നതില്ല, മുഅ്ലമിലും ആണ് എന്തുള്ളത് അതിൽ തസൽസലുള്ളത്. അപ്പൊ അങ്ങനെ സംഭവിക്കലുണ്ട്. പിന്നെ വസിയഗുൽ അദാഇ അൽ മുഷാരി ഇലൈഹ, ഇഷാറത്താക്കപ്പെട്ട പിന്നെ അദാഇന്റെ സീഗൽ അദാഇ എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതാണ് അൽ മുഷാരി ഇലൈഹ എന്ന് പറഞ്ഞത്. അപ്പൊ ആ അദാഇന്റെ സീഗകളാകുന്നത് അല സമാനി മറാത്തിബ, 8 മർത്തബയിൽ മേലാണ്. റാവികൾ ഹദീസ് പറയുമ്പോൾ പറയുന്ന സീഗകൾ 8 മർത്തബയിലാണ്. അൽ ഊല, ഒന്നാമത്തത് സമീഅതു വ ഹദ്ദസനി എന്ന ഒന്നാം മർത്തബയിലുള്ളതാ. സുമ്മ അഖ്ബറനി വ ഖറഅതു അലൈഹി വഹിയ അൽ മർത്തബത്തു സാനിയത്തു, അത് 2ാം മർത്തബയിലാണ്. സുമ്മ ഖുരിഅ അലൈഹി വ അന അസ്മഉ, ഖുരിഅ അലൈഹി എന്നത് വ അന അസ്മഉ എന്നത് വഹിയ സാലിസത്തു, ഇത് 3ാം മർത്തബയിലാണ്. സുമ്മ അംബഅനി, പിന്നെ അംബഅനി എന്ന സീഗയാണ്, വഹിയ റാബിയത്തു 4ാം മർത്തബയിലുള്ളതാണ്. സുമ്മ നാവലനി വഹിയ അൽ ഖാമിസത്തു 5ാം മർത്തബയിലുള്ളതാണ്. പിന്നെ സുമ്മ ഷാഫഹനി ബിൽ ഇജാസത്തി വഹിയ സാദിസത്തു, അത് 6ാം മർത്തബയിലുള്ളതാണ്. പിന്നെ ഷാഫഹനി എന്ന് പറഞ്ഞാൽ ചുണ്ടോട് ചുണ്ട് നേരിട്ട് ഇജാസത്ത് കൊടുത്തു. സുമ്മ കതബ ഇലയ്യ ഐ ബിൽ ഇജാസത്തി, പിന്നെ ഇജാസത്ത് കൊണ്ട് എന്നിലേക്ക് എന്ത് ചെയ്ത് ഇജാസത്ത് എഴുതി അയച്ചു, അതായത് സുമ്മ കതബ ഇലയ്യ വഹിയ സാബിയത്തു, അത് 7ാം മർത്തബയിലാണ്. സുമ്മ അൻ നഹ്വിഹ, പിന്നെ മറ്റുള്ള സീഗകൾ മിന സീഗൽ മുഹ്തമിലത്തി ലിസ്സമാഇ വൽ ഇജാസത്തി വലി അദമി സമാഇ, കേൾക്കുന്നതിന് എഹ്തിമാലുള്ളത്, പിന്നെ ഇജാസത്തിനും എഹ്തിമാലുള്ളത്, അതുപോലെ തന്നെ സമാ ഇല്ല എന്നതിനും എഹ്തിമാലുള്ള സീഗകളാൽ, പിന്നെ അതാണ് 8ാം മർത്തബയിൽ വരുന്നത്. വലി അദമി സമാഇ എന്നുള്ള അത് ആയുധൻ വീണ്ടും അത് സമാഇന് എഹ്തിമാലുള്ളത് പോലെ സമാ ഇല്ല എന്നതിനും എഹ്തിമാലുള്ള സീഗകളാണ്. വഹാദ
ഈ പിന്നെ സുമ്മ അൻ വ നഹ്വിഹ എന്ന് പറഞ്ഞില്ലേ, അന്ന് എന്നുള്ളതും അതുപോലെ തന്നെ അതുപോലുള്ളതും എന്ന് പറഞ്ഞത് മിഥുലു ഖാല വ ദക്കറ വ റവ. പിന്നെ ഖാല എന്ന് പറയും പോലെയാണ്, ദക്കറ എന്ന് പറയുക, റവ എന്ന് പറയുക. ആ സീകളെ പോലെയാണ് അൻ അതുപോലെ തന്നെ ഉള്ള സീകൾ. പിന്നെ ഖാല റവ, ഖാല ദക്കറ റവ എന്നുള്ളത് ബിൽ ബിനാഇ ലിൽ ഫാഇലി, പിന്നെ മഅറൂഫായിട്ടാണ് അവിടെ വായിക്കേണ്ടത്, അല്ലാതെ മജ്ഹൂലായിട്ടല്ല. അത് ഉർഫി ഇമാം അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫല്ലഫുലാനി, അപ്പോൾ ഫല്ലഫുലാനിൽ അവലാനി, ആദ്യത്തെ രണ്ട് ലഫ്ദ് മീന സിയൽ യദാന്റെ സിയലിൽ നിന്ന് ആദ്യത്തെ രണ്ട് ലഫ്ദ് അതേതാണ്? വഹുമ സമീഅതു ഹദ്ദസനി, സമീഅതു എന്നുള്ളതും ഹദ്ദസനി എന്നുള്ളതും. ഇത് രണ്ടും സാലിഹാനി ലിമൻ സമിഅ വഹദഹു മിൻ ലഫ്ദി ഷൈഖി. അത് ലിമൻ സാലിഹാനി, അത് രണ്ടും നന്നാവുന്നതാണ് ലിമൻ ഒരു റാവിക്ക്, സമിഅ റാവി കേട്ടു, വഹദഹു ആ റാവി മാത്രം കേട്ടു. എവിടെ നിന്ന്? മിൻ ലഫ്ദി ഷെയ്ഖി, ഷെയ്ഖിന്റെ ലഫ്ദിൽ നിന്ന് ആ റാവി മാത്രം കേട്ടതിനിക്ക് പറയുന്നതാണ്, സാലിഹാവുന്നതാണ് സമീഅതു ഹദ്ദസനി എന്നുള്ളത്. ഞാൻ കേട്ടു അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ റാവി മാത്രം കേട്ടു എന്നതിനിക്കാണ്. ഇവിടെ സ്വാലിഹാനി എന്നാണ് ഇബാറത്തിട്ടത്. അവിടെ ഉർസിമാമ് പറയുന്നു അബ്ബറ ബി സുലൂഹി വലം യുഅബ്ബിർ ബി ഇബാറത്തിൻ തുഫീദു തഖ്സീസ. തഖ്സീസിനെ പാദിപ്പിക്കുന്ന ഇബാറത്തിട്ടില്ല ഇവിടെ. പിന്നെ സാലിഹാനി എന്ന ഇബാറത്തിട്ടത് അത് ലിവുജൂദിൽ ഖിലാഫിൽ ആതിഫി തഹദ്ദുസി, തഹദ്ദുസിന് ശേഷം വരുന്ന ഖിലാഫ് ഉണ്ടായതിനു വേണ്ടിയിട്ടാണ്. എന്തിനാൽ അന്ന ഷാഇഅ ഇൻദ അഹ്ലിൽ ഹദീസി, അഹ്ലുൽ ഹദീസിന്റെ അടുക്കൽ പ്രസിദ്ധമായത് തഖ്സീസുഹു, ഈ തഹദീസ് എന്നതിനെ തഹദ്ദുസ് എന്നതിനെ പ്രത്യേകമാക്കലാണ് മിമ്മാ സമിഅ മിൻ ലഫ്ദി ഷെയ്ഖി, ഷെയ്ഖിന്റെ ലഫ്ദിൽ നിന്ന് കേൾക്കുന്ന ഒന്നിന് ഇസ്ലാഹൻ നിലയ്ക്ക് അതിനാ പറയാ. ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുന്ന ലഫ്ദ് കേൾക്കുന്നതിനേക്കാണ് തഹദീസ് എന്ന് പറയാം. പിന്നെ വന്ന ഗാലിബൽ മഗാറബത്തി ലം യസ്താമിലു ഹാദൽ ഇസ്ലാഹ്, അത് നമ്മുടെ നുഖ്ബത്തുൽ ഫിഖ്ർ തന്നെ ശേഷം വരുന്നുണ്ടത്. അത് ഉർഫിമാമിന്റെ ഇബാറത്താണ് ഞാനിപ്പോൾ വായിച്ചത്. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് ഉർഫിമാം പറയാം പൽ മുനാസിബു ബി ഹാദൽ മഖാം ഇല്ലദി ഹുവ മഖാമുൽ ഇജ്മാലി, പിന്നെ അത്തഖ്ദീർ ബി ഇബാറത്തിൻ ജാരിയത്തിൻ അൽ മദ്ഹബൈനി. അപ്പൊ ഈ രണ്ട് മദ്ഹബിന്മേൽ നടക്കുന്നതായ ഇബാറത്ത് കൊണ്ട് ഇവിടെ ഇബാറത്ത് ഇടലാണ് എന്താണ് ഈ മഖാമിനോട് യോജിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ ഇജ്മാലിയായ മഖാമാണ്, അതുകൊണ്ടാണ് ഇവിടെ സാലിയാനി എന്ന് പറഞ്ഞത് പിന്നെ യോജിച്ച ഇബാറത്താണെന്ന് ഉർഫിമാം പറഞ്ഞത്. പിന്നെ അപ്പൊ പിന്നെ ഷെയ്ഖിന്റെ ലഫ്ദിൽ നിന്ന് കേട്ട ആ റാവി മാത്രം കേട്ടു, അതെനിക്ക് പിന്നെ സ്വാലിഹായതാണ് സമീഅതു ഹദ്ദസനി എന്നുള്ളത്. വതഖ്സീസു തഹദീസി, തഹദീസിനെ ഇവിടെ ഖാസാക്കിയത് ബിമാ സുമിഅ മിൻ ലഫ്ദി ഷെയ്ഖി, ഷെയ്ഖിന്റെ ലഫ്ദിൽ നിന്ന് കേട്ടതിന്. എന്തിനെ കൂടാതെ? അതായത് ഷെയ്ഖിന്റെ മേലെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതിന് പിന്നെ തഹദീസ് എന്ന് പറയാതെ ഇങ്ങോട്ട് ഷെയ്ഖിൽ നിന്ന് കേട്ടതിന് മാത്രം, അതാ ഖാസാക്കി പറഞ്ഞത്. ഹുവ അശ്ശാഇഉ ബൈന അഹ്ലിൽ ഹദീസി, അഹ്ലുൽ ഹദീസിന്റെ അടുക്കൽ പിന്നെ മഷൂറായത് പ്രസിദ്ധമായതാണ് എന്ന് ഇസ്തിലാഹൻ, ഇസ്ലാം നിലക്ക് അതാണ് ഷാഇ. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് അതിനെ തഖ്സീസാക്കിയത്. എന്നാൽ പിന്നെ വലാ ഫർഖ ബൈന തഹദീസി വൽ ഇഖ്ബാരി, ഇഖ്ബാർ തഹദീസിന്റെ ഇടയിൽ എന്തില്ല? ഫർഖില്ല. മിൻ ഹൈസുൽ ലുഗത്തു, ലുഗത്ത് നിലക്ക് പിന്നെ രണ്ടിന്റെ ഇടയിൽ ഫർഖില്ല. ലുഗത്തിൽ എന്ത് ചെയ്യും? പിന്നെ തഹദീസ് എന്ന് പറഞ്ഞാൽ ഇഖ്ബാർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്, ഫർഖില്ല എന്നുള്ളതാണ്. എന്നാൽ വഫിദ്ദിഅഇൽ ഫർഖി ബൈനഹുമ, അതിന്റെ രണ്ടിന്റെ ഇടയിൽ ഫർഖുണ്ട് എന്ന് വാദിച്ചത്, ആ വാദത്തിലുണ്ട് എന്ത്? തകല്ലുഫുൻ ശദീദുൻ, അതിലൊരു
പിന്നെ പ്രയാസകരമായ ഒരു കണക്കലുണ്ട്, തക്കല്ലുഫുണ്ട്, ശദീദായ തക്കല്ലുഫ്. അത് ഫർക്ക് പറയാൻ വേണ്ടി. അപ്പോൾ ലുഗത്തെ നിലയ്ക്ക് ഫർക്കില്ല എന്നുള്ളതാണ് തഹദീസിന്റെ ഇഖ്ബാറിന്റെ ഇടയിൽ. അപ്പോ രണ്ടിനെ എന്ത് ചെയ്യും? ഒരു മാനയ്ക്ക് തന്നെ ഉപയോഗിക്കും, തഹദീസും ഇഖ്ബാറും. ലാക്കിൻ ലമ്മാ തഖററ ഫിൽ ഇസ്തിലാഹി, ഇസ്തിലാഹിൽ സ്ഥിരപ്പെട്ടപ്പോൾ എന്ത് പിന്നെ തഹദീസ് എന്നുള്ളത് ഷെയ്ഖിന്റെ ലഫ്സിൽ നിന്ന് കേൾക്കപ്പെടുന്ന ഒന്നുകൊണ്ട് തഖ്സീസാക്കി എന്ന് പറഞ്ഞല്ല. അപ്പൊ അത് അഹ്ലുൽ ഹദീസിന്റെ ഇടയിൽ ഇസ്തിലാഹ് നിലയ്ക്ക് ഷായിആയത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഇസ്തിലാഹിൽ സ്ഥിരപ്പെട്ടപ്പോൾ സാറ ദാലിക ഹഖീഖത്തൻ ഉർഫിയത്തൻ, അതെന്തായി? അത് ഉർഫിയായ ഹഖീഖത്തായി. അപ്പോ ഖുദ്ദിമ, അപ്പൊ ആ ഉർഫിയായ ഹഖീഖത്തിനെ എന്ത് ചെയ്തു? മുന്തിക്കപ്പെട്ടു. അതിന് ഹഖീഖത്തിൽ ലുഗവിയത്തി, ലുഗവിയായ ഹഖീഖത്തിനേക്കാൾ പിന്നെ മുന്തിക്കപ്പെട്ടു. എന്തോടുകൂടെ? മഅന്ന ഹാദൽ ഇസ്തിലാഹ്, ഈ പറഞ്ഞ ഇസ്തിലാഹ് പിന്നെ ഇന്നമാ ഷാ ഇൻദൽ മശാരിഖത്തി, ആലിൽ മശീഖിന്റെ അടുക്കലാണ് ഈ ഇസ്തിലാഹ് എന്തായത്? പ്രസിദ്ധമായത്. പിന്നെ വമൻ തബിഅഹും, ആരോട് താബിയായ ഒരാൾ. പിന്നെ അമ്മ ഗോലിബുൽ മഗാരിബ, പിന്നെ അഹ്ലുൽ മഗ്രിബത്ത്, മൊറോക്കക്കാർ, അവരുടെ അടുക്കൽ ഗോലിബ്, അവരിൽ ഗോലിബും ഫലം യസ്തഅ്മിലു ഹാദൽ ഇസ്തിലാഹ്, ഈ ഇസ്തിലാഹിനെ അവരെന്ത് ചെയ്യില്ല? പ്രയോഗിച്ചിട്ടില്ല. അതായത് തഹദീസിനെ സമാഇലും പിന്നെ ഇഖ്ബാറിനെ പിന്നെ ഖിറാഅത്തിലും പിന്നെ അങ്ങനെ ഇസ്തിമാൽ ചെയ്തിട്ടില്ല അവർ. ബൽ മറിച്ച് അൽ ഇഖ്ബാറു വ തഹദീസു, ഇഖ്ബാറും തഹദീസും ഇൻദഹും, അവരുടെ അടുക്കൽ എന്താണ്? ബിമാനൻ വാഹിദിൻ, രണ്ടും ഒരു മാനയ്ക്ക് തന്നെയാണ് എന്നതാണ്. ഇനി ഫഇൻ ജമഅ അർ റാവി, അവിടെ കേട്ടോ.